നമ്മുടെ നികുതി പണം എവിടെ പോകുന്നു? ഇത് പലപ്പോഴും നമ്മുടെ തന്നെ ക്ഷേമത്തിന് വേണ്ടി ചെലവാക്കും എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വാങ്ങുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതും കാണാറുണ്ട്. പക്ഷേ പിന്നീട് അതിനെന്താകുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ചിരി ഉളവാക്കുന്ന കാര്യങ്ങൾ പോലും ഉണ്ടാകുന്നത്. കൊല്ലം കോർപ്പറേഷൻ്റെ കാര്യം പറയാം. വർഷങ്ങൾക്ക് മുൻപ് 2 ആംബുലൻസുകൾ വാങ്ങി. വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ആംബുലൻസുകൾ. പക്ഷേ ഈ ആംബുലൻസുകൾ വാങ്ങി എന്നുള്ളതല്ലാതെ അതിനൊരു രജിസ്ട്രേഷൻ പോലും കിട്ടിയിട്ടില്ല. അനാഥമായി കിടക്കുകയാണത്. ഈ രജിസ്ട്രേഷൻ കിട്ടാത്തതിന് കാരണം അതിൻ്റെ ചവിട്ടുപടിക്ക് ഉയരെ കൂടുതലെന്ന് ആരോപിച്ചാണ് രജിസ്ട്രേഷൻ പോലും ചെയ്യാതെ ഈ വാഹനം ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാലും അത് വാഹനമാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ആംബുലൻസുകൾ ജനങ്ങളുടെ കൺമുന്നിൽ നിന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. അന്നും ഇന്നും കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF തന്നെ. വർഷങ്ങളായി ഈ ആംബുലൻസുകൾ അനാഥരെ പോലെ കിടക്കുന്നത് കാണുമ്പോൾ നാട്ടുകാരും ചിന്തിക്കും, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? മുഴുവൻ പണവും നൽകി വാഹനം വാങ്ങിയ ശേഷമാണ് ആംബുലൻസിനകത്തേക്ക് കയറാനുള്ള ചവിട്ടുപടിക്ക് ഉയരം കൂടിയെന്ന കാരണം പറഞ്ഞ് ഉപേക്ഷിച്ചത്. 2 വർഷം മുമ്പാണ് ഈ ആംബുലൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടത്. പുതിയ ആംബുലൻസ് ആയിരുന്നു അന്ന് ഇവിടെ കൊണ്ടിട്ട്. അതിനുശേഷം അത് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ അത് നശിക്കുക. ആ സമയത്ത് നമ്മൾ ബന്ധപ്പെട്ട അന്നത്തെ കൗൺസിലറുടെ അടുത്തും മറ്റ് അധികാരികളും ചോദിച്ചപ്പോഴത്തേക്ക് അത് ഉടനെ അവർ മാറ്റും, കോർപ്പറേഷൻ വേണ്ടി മേടിച്ചാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ കോർപ്പറേഷന്റെ കാലാവധി, ഞാൻ കൗൺസിലർ ആയതിനു ശേഷം ഇത് ആംബുലൻസ് 2 ഇവിടെ കിടക്കുന്നതിനെ പറ്റി ഞാൻ അത് ഇപ്പോഴത്തെ മേയറെടുത്തും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെടുത്തും മറ്റൊരിടത്തെല്ലാം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ 2012 പ്രോജക്റ്റിൽ ആംബുലൻസ് മഹീന്ദ്ര കമ്പനിയായിട്ട് എഗ്രിമെന്റ് വെക്കുകയും ആംബുലൻസ് മേടിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആംബുലൻസിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രോഗി കയറണമെങ്കിൽ അതിന് പൊക്കക്കൂടുതലുള്ള കാരണം അത് അനുവദിക്കാൻ പറ്റത്തില്ലെന്ന അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ അത് വണ്ടി സ്വീകരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ കമ്പനിയാണ് ഇവിടെ കൊണ്ടുവന്ന് അന്ന് നിക്ഷേപിച്ചത്. നിരവധി തവണ നാട്ടുകാർ പ്രതിഷേധമറിയിച്ചെങ്കിലും നടപടിയില്ല. ഇപ്പോൾ ആളൊഴിഞ്ഞ വെള്ളക്കെട്ടുള്ള പുരയിടത്തിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ് ഈ വാഹനങ്ങൾ. ഇവിടമാകട്ടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കോർപ്പറേഷന്റെ പല പദ്ധതികളും ഇത്തരത്തിൽ തന്നെയാണ്. ചിലതൊക്കെ തുരുമ്പെടുത്ത അവസ്ഥ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആംബുലൻസ് വിഷയം കോർപ്പറേഷൻ ഭരണസമിതിക്ക് തലവേദനയാകുമെന്നതിൽ സംശയമില്ല. ജനം, കൊല്ലം.